നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അൽ ഖമേനിയുടെ അനുസ്മരണ ചടങ്ങിൽ സംഘർഷം. നിലവിലെ ഇറാൻ ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടിയത് സെൻട്രൽ ലണ്ടനിൽ നടന്ന ചടങ്ങിൽ മെട്രോപൊളിറ്റൻ പോലീസും സിറ്റി ഓഫ് ലണ്ടൻ പോലീസും ഇടപെട്ട സ്ഥിതിഗതികൾ ശാന്തമാക്കി. വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ലണ്ടൻ നഗരത്തിൽ 10,000 തെരുവിലിറങ്ങി. ടൂതർ അലയൻസ് മാർച്ച് എന്ന പ്രകടനത്തിൽ 5 ലക്ഷത്തോളം പേർ എത്തിയെന്ന് സംഘാടകരുടെ അവകാശവാദം. പങ്കെടുത്തത് 1.5 ലക്ഷത്തോളം പേരെന്ന് പോലീസ്. UK-യിൽ സർക്കാർ ഖജനാവിൽ നിന്നും 1 മില്യൺ പൗണ്ട് പാരിതോഷികം കീർ സ്റ്റാർമറുടെ സഹായിക്ക് ലഭിച്ചതായി ആരോപണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ സഹായിയുടെ രഹസ്യ സ്ഥാപനത്തിന് ഷാവോസ് ദ്വീപുകളുടെ പരമാധികാരം അടിയറവ് വെച്ചതിനാണ് 1 മില്യൺ പൗണ്ട് നൽകിയത്. പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജോനാഥൻ പൗൽ സ്ഥാപിച്ച സ്ഥാപനത്തിനാണ് തുടർച്ചയായി പണം ലഭിച്ചിരുന്നത്. 2024 തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് പൗലിനെ ഷാവോസിൽ സർക്കാർ പ്രതിനിധിയായി നിയമിച്ചത്. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സർക്കാർ വിസ ഫീസ് വർദ്ധിപ്പിക്കും. ഏപ്രിൽ മാസം മുതൽ സന്ദർശനത്തിനോ താമസിക്കുന്നതിനോ പഠനത്തിനോ തൊഴിലിനോ ആയി ബ്രിട്ടനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിസ ഫീസ് ഇനത്തിൽ 222 പൗണ്ട് വരെ അധികമായി നൽകേണ്ടി വരും. സർക്കാർ ആവിഷ്കരിക്കുന്നത് കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി പുതിയ നിയമങ്ങൾ. ഇസ്രായേൽ US സഖ്യം ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിൽ പങ്കുചേർന്ന യമനിലെ ഹൂതികൾ. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾ യുദ്ധത്തിലേക്ക് ഇറങ്ങി. സൂയസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിലേക്കും യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയിൽ ലോകം. ഇറാനു നേരെയും അവരുടെ സഖ്യകക്ഷികളായ സായുധ സംഘങ്ങൾക്കു നേരെയുമുള്ള ആക്രമണങ്ങൾ അവസാനിക്കും വരെ ഇസ്രായേലിനു നേരെയുള്ള ആക്രമണം തുടരുമെന്ന് ഹൂതികൾ. മിസൈലുകൾ ഇസ്രായേൽ നിർവീര്യമാക്കി. US നാവികസേനയുടെ ആധുനിക ആംഫിബിയസ് ആക്രമണ കപ്പലായ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിൽ എത്തിച്ചേർന്നു. കപ്പൽ പശ്ചിമേഷ്യയിലെത്തിയത് 2500 മറീനുകൾ ഉൾപ്പെടെ 3500-ലധികം സേനാംഗങ്ങളുമായിരുന്നു. കരയിലും കടലിലും സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകാനായി രൂപകൽപ്പന ചെയ്ത USS ട്രിപ്പോളി മേഖലയിലേക്ക് എത്തിച്ചേർന്നത് പെന്റഗൺ ഇറാനിൽ കരയാക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ. കരസേനയെ വിന്യസിക്കാനുള്ള പദ്ധതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകുമോ എന്നതിൽ അനിശ്ചിതത്വം. രാജ്യത്തെ ഗാർഹിക ഇന്ധന മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ. സർക്കാർ നീങ്ങുന്നത് രാജ്യത്തുടനീളം 50 ലക്ഷം പുതിയ PNG കണക്ഷനുകൾ നൽകാൻ. LPG-യിൽ നിന്ന് പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതകത്തിലേക്ക് മാറാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഇതിനായി പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകണമെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. സർക്കാരിന്റെ സുപ്രധാന നീക്കം ആഗോളതലത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ LPG ചരക്കു നീക്കത്തെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിൽ ഇന്ത്യയും കശ്മീരിനെയും ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ ഇപ്പോഴും അഭയം നൽകുന്നുണ്ട് എന്ന് US കോൺഗ്രഷണൽ റിസർച്ച് സർവീസ്. വർഷങ്ങളോളം സൈനിക നടപടികളും നയപരമായ നീക്കങ്ങളും നടത്തിയിട്ടും ഈ ഭീകര സംഘടനകൾ പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തനം തുടരുകയാണെന്നും സൂചന. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ-e-തോയ്ബയും 2001-ലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവുമായി ബന്ധമുള്ള ജെയ്ഷെ മുഹമ്മദും ഇപ്പോഴും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ പഴയ AKG സെന്ററിന് ഭൂമി അനുവദിച്ചതിന്റെ ഫയലുകൾ നഷ്ടപ്പെട്ടു. CPM-ന്റെ കൈവശമുള്ള രേഖ 1977 ഓഗസ്റ്റ് 20-ന് 34 സെന്റ് ഭൂമിക്ക് പട്ടയം ലഭിച്ചത്. എത്ര സെന്റ് വസ്തുവാണ് നൽകിയതെന്ന് വ്യക്തമാക്കുന്ന അനുബന്ധ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു. പട്ടയം നൽകുന്നതിന് മുന്നോടിയായി പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങളുടെ ഫയലുകളും ഓഫീസുകളിൽ ലഭ്യമല്ല. ഹൈക്കോടതിയിൽ CPM ഹാജരാക്കിയ പട്ടയരേഖ വ്യാജമാണെന്ന് ഹർജിക്കാരൻ. വാർത്തകൾ വിശദമായി. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ഇറാൻ സർവാധികാരി ആയത്തുള്ള അൽ ഖമേനിയുടെ അനുസ്മരണ ചടങ്ങിൽ സംഘർഷം. സെൻട്രൽ ലണ്ടനിൽ നടന്ന ചടങ്ങിലാണ് ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ചടങ്ങുകൾ നടന്ന മൈഡാവേലിലെ ഇസ്ലാമിക് സെന്റർ ഓഫ് ഇംഗ്ലണ്ടിന്റെ പുറത്ത് കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. സംഘർഷമുണ്ടായതോടെ മെട്രോപൊളിറ്റൻ പോലീസും സിറ്റി ഓഫ് ലണ്ടൻ പോലീസും ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ചു. നിരോധിക്കപ്പെട്ട പാലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ പിന്തുണച്ച 18 പേർ ഉൾപ്പെടെ ഇന്നലത്തെ സംഘർഷത്തിൽ 25 പേരെ അറസ്റ്റ് ചെയ്തതായി മെറ്റ് പോലീസ് അറിയിച്ചു. സമീപത്തുള്ള ഒരു വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർ സംഘർഷം വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു. സെന്ററിന്റെ പുറത്ത് തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾ ഖമേനിയുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുകയും ഇറാൻ പതാകകൾ ഉയരത്തിൽ വീശുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ ചിലർ കഫിയ ധരിച്ചെത്തി പലസ്തീൻ പതാകകൾ ഉയർത്തി പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുമുണ്ടായിരുന്നു. അതേസമയം റോഡിന് എതിർവശത്ത് സൂര്യനും സിംഹവും ആലേഖനം ചെയ്ത ഇറാന്റെ പഴയ ഷാ ഭരണകാലത്തെ പതാകയേന്തി മറ്റൊരു സംഘവും പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. ഇവർ ഉയർത്തിയ ബാനറുകളിൽ ഒന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് അതിന് താഴെ അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. വലിയ ശബ്ദത്തിൽ സംഗീതം കേൾപ്പിച്ച് മാടിയും പാടി ഇവർ ഖമേനിയുടെ മരണം ഒരു ആഘോഷമാക്കുകയായിരുന്നു. ഇറാനിലെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പഹ്ലവി രാജവംശത്തിലെ കിരീടാവകാശിയും ചിത്രവും ചിലർ ഉയർത്തിപ്പിടിച്ചിരുന്നു.
ഒരുപക്ഷെ ബ്രിട്ടീഷ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബഹുസംസ്കാര പ്രകടനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ലണ്ടൻ നഗരത്തിൽ തെരുവിലിറങ്ങിയത് 10,000. ടുഗദർ അലയൻസ് മാർച്ച് എന്ന പേരിട്ട ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5 ലക്ഷത്തോളം പേർ തലസ്ഥാനത്ത് എത്തിയെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. എന്നാൽ പോലീസിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 1/2 ലക്ഷത്തോളം പേരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. 100ലധികം ചാരിറ്റികൾ, നിരവധി ക്യാമ്പയിൻ ഗ്രൂപ്പുകൾ, തൊഴിലാളി യൂണിയനുകൾ എന്നിവർ പങ്കെടുത്ത പ്രകടനം പാർക്ക് ലൈനിൽ നിന്നാണ് ആരംഭിച്ചത്. പിന്നീട് വൈറ്റ് ഹോൾ വഴി ട്രഫാൽഗർ സ്ക്വയറിൽ പ്രകടനം എത്തിച്ചേർന്നു. തീവ്ര വലതു രാഷ്ട്രീയത്തിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രകടനം അവസാനിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസൺ സംഘടിപ്പിച്ച യുണൈറ്റഡ് കിങ്ഡം റാലിക്കുള്ള പ്രതികരണം എന്ന നിലയിലായിരുന്നു ഈ പ്രകടനം സംഘടിപ്പിച്ചത്. റോബിൻസന്റെ റാലിയിൽ 1 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തിരുന്നു. നൂറുകണക്കിന് ബസ്സുകളിലും മറ്റുമായാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ പ്രകടനത്തിൽ പങ്കെടുക്കാനായി ലണ്ടനിൽ എത്തിച്ചേർന്നത്. ലേബർ എം പി ഡയാന അബോട്ട്, ഗ്രീൻസ് പാർട്ടി നേതാവ് പൊളാൻസ്കി എന്നിവർ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വൻ ഹർഷാരവത്തോടെയായിരുന്നു ജനക്കൂട്ടം ഇരുവരുടെയും വാക്കുകളെ സ്വാഗതം ചെയ്തത്. ഇത്തരം പ്രകടനങ്ങൾ തദ്ദേശീയമായി കൂടുതലായി സംഘടിപ്പിക്കണമെന്ന് പൊളാൻസ്കി ജനക്കൂട്ടത്തോട് ആവശ്യപ്പെട്ടു. കീർ സ്റ്റാർമറുടെ സഹായികളിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ രഹസ്യ സ്ഥാപനത്തിന് ഷാവോസ് ദ്വീപുകളുടെ പരമാധികാരം അടിയറവച്ചതിന് പാരിതോഷികമായി സർക്കാർ ഖജനാവിൽ നിന്നും 1 മില്യൺ പൗണ്ട് പാരിതോഷികം ലഭിച്ചതായി ആരോപണം. പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജോനാഥൻ പൗവൽ സ്ഥാപിച്ച സ്ഥാപനത്തിനാണ് ഷാഗോസ് പ്രതിനിധിയായി പൗവൽ നിയമിക്കപ്പെട്ടതിനു ശേഷം തുടർച്ചയായി പണം ലഭിച്ചിരിക്കുന്നത്. 2024 തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷമായിരുന്നു പൗവലിനെ ഷാവോസ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി സർക്കാർ പ്രതിനിധിയായി നിയമിച്ചത്. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മൗറീഷ്യസിന് ഏറെ തന്ത്രപ്രധാനമായ ഇന്ത്യൻ സമുദ്രത്തിലെ ഈ ദ്വീപ് കൈമാറിയത് ബ്രിട്ടനും അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുന്ന തരത്തിലേക്ക് വളർന്നിരുന്നു. ഇത്തരമൊരു നീക്കം ഇന്ത്യൻ സമുദ്രത്തിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനേ സഹായിക്കൂ എന്ന് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. ഇറാൻ യുദ്ധത്തിനായി ഉപയോഗിക്കാൻ ട്രംപ് ഉദ്ദേശിച്ചിരുന്ന അമേരിക്കൻ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമായ ഡിഗോ ഗാർഷിയും ഈ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടുന്നു. 19ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ ദ്വീപിന്റെ നിയന്ത്രണം കൈവശമുണ്ടായിരുന്ന ബ്രിട്ടൻ സൈനിക ആസ്ഥാനം പ്രവർത്തിക്കുന്നതിന് പ്രതിവർഷം 101 മില്യൺ പൗണ്ടിന്റെ പാട്ടം മൗറീഷ്യസിന് നൽകാനും തയ്യാറായിരുന്നു. രാജ്യ താൽപര്യങ്ങളെ ബാധിക്കുമെന്നതിനാൽ ക്ലാസിഫൈ ചെയ്ത രേഖകളിലെ വിവരങ്ങൾ ബ്രിട്ടനുമായി പങ്കുവെക്കുന്നത് തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്തണമെന്നാണ് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ഇന്നലെ പറഞ്ഞത്. ഷാഗോസ് വിഷയത്തിൽ പൗലന്റെ പങ്കുമായും അദ്ദേഹത്തിന്റെ കമ്പനിയുമായും ചൈനയുമായുള്ള ബന്ധത്തെപ്പറ്റിയുമുള്ള വിവരങ്ങൾ ഇതിലുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി വിസ ഫീസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടീഷ് സർക്കാർ. അടുത്ത മാസം മുതൽ സന്ദർശനത്തിനോ താമസിക്കുന്നതിനോ പഠനത്തിനോ തൊഴിലിനോ ആയി ബ്രിട്ടനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിസ ഫീസ് ഇനത്തിൽ 222 പൗണ്ട് വരെ അധികമായി നൽകേണ്ടി വരും. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി ഒരു പിടി പുതിയ നിയമങ്ങളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. റെഫ്യൂജി സ്റ്റാറ്റസിൽ വരുന്ന മാറ്റം, അഭയാപേക്ഷകൾ നിരസിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് 10,000 പൗണ്ട് വീതം നൽകി രാജ്യം വിടാൻ നിർദ്ദേശിക്കൽ, അനധികൃതമായി ജോലി ചെയ്ത് പിടിക്കപ്പെടുന്നവർക്ക് സർക്കാർ ചെലവിലുള്ള താമസം നിഷേധിക്കുക തുടങ്ങിയവയൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, കാമറൂൺ, മ്യാൻമാർ, സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റുഡന്റ് വിസ നൽകുന്നതിൽ ഇപ്പോൾ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്നും സ്റ്റുഡന്റ് വിസയിൽ ബ്രിട്ടനിലെത്തി അഭയത്തിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഈ നടപടിയെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി കഴിഞ്ഞു. 7% വരെ വർദ്ധിപ്പിച്ച പുതിയ വിസ നിരക്കുകൾ ഏപ്രിൽ 8 മുതൽ പ്രാബല്യത്തിൽ വരും. 6 മാസം വരെ ഹ്രസ്വകാല സന്ദർശനത്തിനായി ബ്രിട്ടനിലെത്തുന്നവർക്കുള്ള വിസ ഫീസിൽ 8 പൗണ്ടിന്റെ വർധനമാണ് ഉണ്ടാവുക. അതേസമയം 2 വർഷം വരെ ബ്രിട്ടനിൽ താമസിക്കാൻ കഴിയുന്ന സന്ദർശക വിസകളുടെ നിരക്കിൽ 31 പൗണ്ടിന്റെ വർധനവ് ഉണ്ടാകും. 5 വർഷത്തെ വിസയിൽ 55 പൗണ്ടിന്റെയും 10 വർഷത്തെ വിസയിൽ 69 പൗണ്ടിന്റെയും വർധനവായിരിക്കും ഉണ്ടാവുക. ബ്രിട്ടീഷ് പൗരത്തിനുള്ള അപേക്ഷയ്ക്ക് 104 പൗണ്ടിന്റെ വർധനവായിരിക്കും ഉണ്ടാവുക. അതുപോലെ UK-യിൽ ഒരു ബന്ധുവിന്റെ മേൽനോട്ടത്തിൽ ജീവിക്കുന്നവർക്കുള്ള വിസയുടെ നിരക്ക് 222 പൗണ്ട് വർദ്ധിച്ച് 3635 ഉയരും. അതേസമയം അഭയാർത്ഥികളുടെ ആശ്രിതർക്കുള്ള റൂട്ട് ടു സെറ്റിൽമെന്റ് വിസയുടെ ഫീസ് 28 പൗണ്ട് വർദ്ധിച്ച് 452 പൗണ്ട് ആകും. തൊഴിലാളികൾക്കും ആശ്രിതർക്കുമുള്ള മറ്റു പല വർക്ക് വിസകളുടെ ഫീസും വർദ്ധിക്കും. ഉദാഹരണത്തിന് UK-യുടെ പുറത്തുനിന്ന് അപേക്ഷിക്കുമ്പോൾ 769 പൗണ്ട് ഫീസ് വരുന്ന സ്കിൽഡ് വർക്കർ വിസയുടെ ഫീസ് ഏപ്രിൽ 8 മുതൽ 50 പൗണ്ട് വർദ്ധിച്ച് 819 പൗണ്ടായി തീരും. ഒരു സാധാരണ സ്റ്റുഡന്റ് വിസയുടെ ഫീസ് 34 പൗണ്ട് വർദ്ധിച്ച് 558 പൗണ്ടുമാകും. ഗ്രാജുവേറ്റ് റൂട്ട് വിസകളുടെ ഫീസ് 880 പൗണ്ടിൽ നിന്നും 937 പൗണ്ടായും വർദ്ധിക്കും. ഇന്ധനക്ഷാമം ശക്തമാകാൻ തുടങ്ങിയ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് നിയന്ത്രണങ്ങളെ കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്ന് ഒരു മുൻ എണ്ണക്കമ്പനി എക്സിക്യൂട്ടീവ് പറയുന്നു. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടിസ്ഥാനമാക്കി ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം വാഹനം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിയായിരിക്കും ഏറ്റവും അനുയോജ്യമെന്നും BP-യുടെ മുൻ നയരൂപീകരണ വിഭാഗം മേധാവിയും മുൻ പ്രധാനമന്ത്രി ഗോർഡൺ ബ്രൗണിന്റെ ഉപദേഷ്ടാവുമായിരുന്ന നിക് ബട്ട്ലർ പറയുന്നു. ഗതാഗതം കുറയ്ക്കുന്നതിനായി ഓരോ ആഴ്ചയിലും ജീവനക്കാർക്ക് അധിക ഒഴിവു ദിനങ്ങൾ നൽകാൻ തൊഴിലുടമകൾ തയ്യാറായാലും ഈ പ്രതിസന്ധി വലിയൊരു അളവ് വരെ പരിഹരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ യുദ്ധം നീണ്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്നത് ജനങ്ങളോട് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എണ്ണ വിതരണം 20% കുറയുകയാണെങ്കിൽ അതിന്റെ ഉപയോഗവും 20% കുറയ്ക്കാനുള്ള നടപടികളാണ് വേണ്ടത്.
ഭക്ഷ്യവിതരണം, ആരോഗ്യ സേവനം, വിദ്യാലയങ്ങൾ തുടങ്ങിയ അവശ്യ മേഖലകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ ബാക്കി മേഖലകളിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതായി വരുമെന്നും അദ്ദേഹം പറയുന്നു. BB റേഡിയോ 4ന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഒരു അടിയന്തര പരിഹാരം ഇല്ല എങ്കിൽ കൂടി നോർത്ത് സീയിലെ എണ്ണഖനനം വിപുലപ്പെടുത്താനുള്ള നടപടികൾ സർക്കാർ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടയിൽ കമ്പനികളിൽ ക്രമമായി ഫോറൻസിക് ഓഡിറ്റുകൾ നടത്തി ഉപഭോക്താക്കളെ കൂടുതൽ വില നൽകാൻ നിർബന്ധരാക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഹോർമൂസ് കള്ളെടുക്ക് തടയുന്നത് മൂലമുണ്ടായ പ്രതിസന്ധി പോലെ ഭാവിയിൽ വരാനുള്ള പ്രതിസന്ധികൾക്ക് മികച്ചൊരു പരിഹാരമായിരിക്കും നോർത്ത് സീയിലെ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മാസമായി ഇസ്രയേൽ US സഖ്യം ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിൽ പങ്കുചേർന്ന് യമനിലെ ഹൂതികൾ. ശനിയാഴ്ച ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. ഒരു മിസൈൽ ഇസ്രയേൽ നിർവീര്യമാക്കി. സുയസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിലേക്കും യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്ക കടുത്തു. ഇറാനു നേരെയും അവരുടെ സഖ്യകക്ഷികളായ സായുധ സംഘങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ അവസാനിക്കും വരെ ഇസ്രയേലിനു നേരെയുള്ള ആക്രമണം തുടരുമെന്ന് ഹൂതികൾ പറഞ്ഞു. ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള നേരത്തെ യുദ്ധത്തിൽ കക്ഷി ചേർന്നിരുന്നു. ഇതേ തുടർന്ന് ഇസ്രയേൽ ലെബനിൽ നടത്തുന്ന ആക്രമണത്തിൽ 1100 പേർക്ക് ജീവൻ നഷ്ടമായി. ഇറാനിൽ US കരയുദ്ധത്തിന് ഇറങ്ങിയേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഹൂതികളെ ഉപയോഗിച്ച് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. 2023 ഗാസയിൽ ഇസ്രയേലും ഹമാസും യുദ്ധം തുടങ്ങിയപ്പോൾ പലസ്തീനുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ചിരുന്നു. യമൻ തീരത്തെ ബാബ് അൽ മാൻഡബ് കടലിടുക്കിലൂടെ പോകുന്ന ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെയാകും ഹൂതികൾ ലക്ഷ്യമിടുക എന്നാണ് കരുതുന്നത്. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചത് ആഗോളതലത്തിൽ എണ്ണവില 50% വരെ ഉയരാൻ ഇടയാക്കിയിരുന്നു. ചെങ്കടലിലേക്കും യുദ്ധം പടർന്ന് സൂയസ് കനാൽ പ്രതിസന്ധിയായി പരിണമിച്ചാൽ ആഗോള സാമ്പത്തിക സാഹചര്യം വീണ്ടും മോശമാകും. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ ചരക്കിടനാഴിയാണ് സൂയസ്. ആഗോള ചരക്കു നീക്കത്തിന്റെ 12% ഇതിലൂടെയാണ് നടക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ US നാവികസേനയുടെ ആധുനിക ആംഫിബിയസ് ആക്രമണ കപ്പലായ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിൽ എത്തിച്ചേർന്നു. USS ട്രിപ്പോളി തങ്ങളുടെ പ്രവർത്തന പരിധിയിൽ എത്തിച്ചേർന്നതായി US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു. 2500 മറീനുകൾ ഉൾപ്പെടെ 3500-ലധികം സേനാംഗങ്ങളുമായിട്ടാണ് കപ്പൽ പശ്ചിമേഷ്യയിലെത്തിയത്. ജപ്പാനിലായിരുന്നു ഈ കപ്പൽ 2 ആഴ്ച മുൻപ് പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഇറാൻ ദൌത്യത്തിന്റെ ഭാഗമാകാനായി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചത്. ഒരു ഭാഗത്ത് പെന്റഗൺ ഇറാനിൽ കരയാക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് കരയിലും കടലിലും സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകാനായി രൂപകൽപ്പന ചെയ്ത USS ട്രിപ്പോളി മേഖലയിലേക്ക് എത്തിച്ചേർന്നത് എന്നതും ശ്രദ്ധേയമാണ്. 3500ഓളം സേനാംഗങ്ങൾക്ക് പുറമെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങളും കപ്പലിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇറാനിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കരയുദ്ധത്തിന് പെന്റഗൺ തയ്യാറെടുക്കുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ കരസേനയെ വിന്യസിക്കാനുള്ള പദ്ധതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതമായി തുടരുകയാണെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം US ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരമനുസരിച്ച് നിലവിലെ പദ്ധതികൾ സൂചിപ്പിക്കുന്നത് കരയുദ്ധം എന്നത് പൂർണ്ണമായ അധിനിവേശമായിരിക്കില്ല, മറിച്ച് പ്രത്യേക ദൌത്യ സംഘവും കരസേനയും സംയുക്തമായുള്ള ഒരു ആക്രമണമായിരിക്കുമെന്നാണ്. നിലവിൽ കരസേനയുടെ സഹായമില്ലാതെ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ പ്രസിഡന്റ് ട്രംപിന് സാധ്യമായ എല്ലാ സാഹചര്യങ്ങൾക്കും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നും അടിയന്തര ഘട്ടങ്ങളിൽ പ്രസിഡന്റിന് പരമാവധി സാധ്യതകളും സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള പരമാവധി അവസരവും നൽകാൻ അമേരിക്കൻ സേന സജ്ജമായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വർഷിച്ചതോടെ പെന്റഗൺ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ ചുരുങ്ങിയത് 10 US ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കൂടി ഈ തർക്കത്തിലേക്ക് പ്രവേശിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. വളരെ കൂടുതൽ വിജയിച്ച ആളുകളെ തനിക്ക് ഇഷ്ടമല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പരാജിതരോടൊപ്പം സമയം ചെലവഴിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും ട്രംപ് പറഞ്ഞു. അതിനുള്ള കാരണവും അദ്ദേഹം വ്യക്തമാക്കി. മിയാമിയിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. വിജയിച്ച ആളുകളുടെ വിജയഗാഥകൾ കേൾക്കുന്നതിനേക്കാൾ താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ വിജയങ്ങൾ കേൾക്കുന്നവരെയാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പരാജിതരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു, കാരണം അത് എനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു. എനിക്ക് വളരെയധികം വിജയികളായ ആളുകളെ വെറുപ്പാണ്. എന്റെ വിജയങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് ട്രംപ് മിയാമിയിൽ പറഞ്ഞു. നീണ്ട പ്രസംഗത്തിന് ശേഷമുള്ള ചോദ്യോത്തര വേളയിലാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത്. ലൈംഗികതയെ കുറിച്ചടക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ക്ഷണിച്ചു. ചോദ്യോത്തര വേളയിൽ ആഗോള നേതൃത്വത്തിൽ എന്താണ് കുറവുള്ളതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ലോകത്തിന്റെ വിജയങ്ങളെ ഒരു പ്രധാന നേതൃത്വ ഗുണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഉത്തരം നൽകി. കായിക രംഗത്തോട് ഒന്നിച്ചാണ് ട്രംപ് വിജയത്തെയും പരാജയത്തെയും വിശദീകരിച്ചത്. കായിക രംഗത്ത് ഫലങ്ങൾ വ്യക്തവും വേഗത്തിലുള്ളതാണെന്നും എന്നാൽ ജീവിതത്തിന്റെ മറ്റ് മേഖലകളിൽ ഒരാൾ വിജയിച്ചോ ഇല്ലയോ എന്നറിയാൻ വളരെ സമയമെടുത്തേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. 2020 US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ കമാൻഡർ ഖാസം സുലൈമാനിയെയും ട്രംപ് പരാമർശിച്ചു. സുലൈമാനി ഒരു മികച്ച നേതാവെന്നും ഭ്രാന്തനായ പ്രതിഭയെന്നും ട്രംപ് വിശേഷിപ്പിച്ചു.
ഇറാനിൽ പുതിയതായി നിയമിതനായ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി മരിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടു. സമീപകാല US സൈനിക നടപടികൾ ഇറാനിലെ നേതൃത്വത്തെ ഫലപ്രദമായി തകർത്തുവെന്ന് ട്രംപ് പറഞ്ഞു. അവരുടെ നേതാക്കളെല്ലാം മരിച്ചു. അവരുടെ പരമോന്നത നേതാവ് ഇനി പരമോന്നതനല്ല, അയാൾ മരിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ നാവികസേന ഇല്ലാതായി, അവരുടെ വ്യോമസേന പൂർണ്ണമായും തകർന്നു. മിസൈൽ സംവിധാനങ്ങൾ, ഡ്രോൺ നിർമ്മാണശാലകൾ, പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പൂർണ്ണമായി തകർത്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഇപ്പോൾ ചർച്ചകൾ തേടുകയാണ് എന്നും ട്രംപ് അവകാശപ്പെട്ടു. UDF യൂറോപ്പിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 100 സീറ്റുമായി UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണമാറ്റം അനിവാര്യമാണെന്നും പ്രവാസികളുടെ പിന്തുണ തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF യൂറോപ്പ് ചെയർമാൻ സിറോഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. UDF യൂറോപ്പ് കൺവീനർ സണ്ണി ജോസഫ് സ്വാഗതം ആശംസിച്ചു. വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി കൂനാരി, ജോയിന്റ് കൺവീനർ ടോമി തൊണ്ടൻകുഴി, റോമി കുര്യാക്കോസ് എന്നിവർ ഏകോപനമൊരുക്കി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി, RSP നേതാവ് ഷിബു ബേബി ജോൺ, റോജി ജോൺ, ഷീനാദേവി കുഞ്ഞമ്മ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ UDF നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിലവിലെ ഭരണത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയും UDF മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ പദ്ധതികളും വികസന കാഴ്ചപ്പാടുകളും ആശയങ്ങളും നേതാക്കൾ അവരുടെ പ്രസംഗങ്ങളിൽ അവതരിപ്പിച്ചു. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസി UDF നേതാക്കന്മാരായ അനുരാ മത്തായി, UN നസീർ, ജോയ് കൊച്ചാട്, അസീസ്, MA ജവാദ്, മുഹമ്മദ് കോട്ടക്കൽ, ഷൈനു ക്ലെയർ മാത്യൂസ്, സുജു കെ ഡാനിയൽ, സാൻജോ മുളവരിക്കൽ, ബോബിൻ ഫിലിപ്പ്, ഫവാസ് ഷഫീഖ്, സാൻജോ ലൂസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ ഓൺലൈൻ, ഓഫ്ലൈൻ സംയുക്ത പരിപാടികൾ, മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടി, വോട്ടർമാരെ ലക്ഷ്യമാക്കി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ഡിജിറ്റൽ പ്രചരണങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.64 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 94.78 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.07 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.19 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഒരു മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി സംസാരിച്ചു. നരേന്ദ്രമോദി തന്നെയാണ് ഇക്കാര്യം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ അറിയിച്ചത്. കപ്പൽ ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടതിന്റെയും ഷിപ്പിംഗ് ലൈനുകൾ സുരക്ഷിതമായി നിലനിർത്തേണ്ടതിന്റെയും ആവശ്യകതയിൽ ഞങ്ങൾ യോജിച്ചു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി നൽകുന്ന തുടർ പിന്തുണയ്ക്ക് അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. നരേന്ദ്രമോദി എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചത്. ഫെബ്രുവരി 28-ന് ഇറാനും ഇസ്രായേൽ പിന്തുണയുള്ള അമേരിക്കയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ ലോക നേതാക്കളുമായി മോദി നടത്തിയ നിരവധി ഫോൺ സംഭാഷണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇത്. ഈ ആഴ്ച ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വിളിച്ചിരുന്നതായും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇരുവരും ഫലപ്രദമായ ആശയവിനിമയം നടത്തിയതായും മോദി പറഞ്ഞിരുന്നു. രാജ്യത്തെ ഗാർഹിക ഇന്ധന മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. രാജ്യത്തുടനീളം 50 ലക്ഷം പുതിയ PNG കണക്ഷനുകൾ നൽകുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. നിലവിൽ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന LPG-യിൽ നിന്ന് പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതകത്തിലേക്ക് മാറാൻ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഇതിനായി പ്രത്യേകം ആനുകൂല്യങ്ങൾ നൽകണമെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ LPG ചരക്കു നീക്കത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് ഈ സുപ്രധാന നീക്കം. LPG ഇറക്കുമതിക്കായി കപ്പലുകളെ ആശ്രയിക്കുന്നത് പലപ്പോഴും അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഇത്തരത്തിൽ LPG വിതരണ ശൃംഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉലച്ചിലുകൾ സംഭവിച്ചാൽ പോലും അത് സാധാരണ ജനങ്ങളെ ബാധിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് PNG ശൃംഖല വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ മുതിർന്ന മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിർണായകമായ ഒരു യോഗം ചേർന്നിരുന്നു. ഗെയിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ പെട്രോളിയം കമ്പനികളുടെ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുത്തു. 50 ലക്ഷം വീടുകളിലേക്ക് പൈപ്പ് വഴി ഇന്ധനം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് യോഗത്തിൽ വെച്ച് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ഗുണപ്രദവും ചെലവ് കുറഞ്ഞതുമായ ഇന്ധനമായി PNG-യെ കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. LPG-യുടെ ഗതാഗതത്തിനും കൈമാറ്റത്തിനുമുള്ള വലിയ ചിലവ് ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ യാതൊരു തടസ്സവും ഇല്ലാതെ ജനങ്ങൾക്ക് ഇന്ധനം എത്തിക്കാൻ കഴിയുന്ന ഒരു വിശ്വസ്ത ഊർജ്ജ സ്രോതസ്സായിട്ടാണ് നാച്ചുറൽ ഗ്യാസ് കണക്കാക്കപ്പെടുന്നത്. ഫോസിൽ ഇന്ധനങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനാണ് സർക്കാർ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. PNG എന്നത് LPG-ക്ക് ഒരു പൂർണ്ണമായ ബദലല്ല എങ്കിലും LPG-യുടെ ക്ഷാമത്തെ താൽക്കാലികമായെങ്കിലും തടയാൻ ഈ വിപുലീകരണം വഴി സാധിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. ഇന്ത്യയെയും കശ്മീരിനെയും ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ ഇപ്പോഴും അഭയം നൽകുന്നുണ്ട് എന്ന് US കോൺഗ്രഷണൽ റിസർച്ച് സർവീസിന്റെ റിപ്പോർട്ട്.
വർഷങ്ങളോളം സൈനിക നടപടികളും നയപരമായ നീക്കങ്ങളും നടത്തിയിട്ടും ഈ ഭീകര സംഘടനകൾ പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തനം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ എ തൊയ്ബയും 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവുമായി ബന്ധമുള്ള ജെയ്ഷെ മുഹമ്മദും ഇപ്പോഴും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭീകരവാദം വലിയ രീതിയിൽ വർദ്ധിച്ചു. 2019 ഭീകരവാദം മൂലമുള്ള മരണസംഖ്യ 365 കുറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഇത് ഓരോ വർഷവും ഉയർന്നു. 2025 ഇത് 4001 വർദ്ധിച്ചു. ഇത് 11 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കായും റിപ്പോർട്ടിൽ പറയുന്നു. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനു ശേഷം പാകിസ്ഥാനിൽ തീവ്രവാദം വീണ്ടും ശക്തമായതായി റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു. ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. ഭീകര സംഘടനകളെ 5 വിഭാഗങ്ങളായി റിപ്പോർട്ട് തരംതിരിക്കുന്നു. ആഗോള ലക്ഷ്യമുള്ളവർ, അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യമാക്കുന്നവർ, ഇന്ത്യയും കശ്മീരിനെയും ലക്ഷ്യം വെക്കുന്നവർ, ആഭ്യന്തര കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ, വിഭാഗീയ ഗ്രൂപ്പുകൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന തെഹ്രീകെ താലിബാൻ പാകിസ്ഥാനാണ് രാജ്യത്തെ ഏറ്റവും മാരകമായ ഭീകര സംഘടനയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. US കോൺഗ്രസ് അംഗങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര ഗവേഷണ വിഭാഗമാണ് US കോൺഗ്രസ് റിസർച്ച് സർവീസ്. AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കെ 1977 പഴയ AKG സെന്ററിന് ഭൂമി അനുവദിച്ചതിന്റെ ഫയലുകൾ കാണാനില്ല. 1977 ഓഗസ്റ്റ് 20 34 സെന്റ് ഭൂമിക്ക് പട്ടയം ലഭിച്ചതായാണ് CPMന്റെ കൈവശമുള്ള രേഖ. പക്ഷേ എത്ര സെന്റ് വസ്തുവാണ് നൽകിയതെന്ന് വ്യക്തമാക്കുന്ന അനുബന്ധ രേഖകളൊന്നും കാണാനില്ല. ഭൂമി നൽകാൻ സർക്കാർ തീരുമാനിച്ചാലും പട്ടയം നൽകുന്നതിന് മുന്നോടിയായുള്ള ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അതിന്റെ ഫയലുകളും ഓഫീസുകളിൽ ലഭ്യമല്ല. ഹൈക്കോടതിയിൽ CPM ഹാജരാക്കിയ പട്ടയരേഖ വ്യാജമാണെന്ന് ഹർജിക്കാരൻ ആക്ഷേപം ഉയർത്തിയിട്ടുണ്ട്. 1977 സെക്രട്ടേറിയറ്റിൽ പോലും ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ ഇല്ല എന്നിരിക്കെ AKG സെന്ററിന്റെ പട്ടയം അതിൽ ടൈപ്പ് ചെയ്തത് എങ്ങനെയെന്നാണ് ചോദ്യം. ഇതിൽ കോടതി അനന്തര നടപടികളിലേക്ക് കടക്കാനിരിക്കെയാണ് ഫയലുകൾ കാണാനില്ല എന്ന വിവരം പുറത്തുവരുന്നത്. ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിന് മുന്നോടിയായി കേരള സർവകലാശാല മുൻ ജോയിന്റ് രജിസ്ട്രാർ RS ശശികുമാർ രേഖകൾ തേടി ആദ്യം സെക്രട്ടേറിയറ്റിനെ സമീപിച്ചു. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് 77 രേഖകളെല്ലാം ആർക്കൈവ്സിന് കൈമാറിയെന്നായിരുന്നു മറുപടി. ആർക്കൈവ്സിന് അപേക്ഷ നൽകിയപ്പോൾ ആന്റണി സർക്കാരിന്റെ കാലത്തെ റവന്യൂ വകുപ്പിന്റെ ഫയലുകൾ പരിശോധിച്ചപ്പോഴാണ് AKG സെന്ററിന് ഭൂമി നൽകാനുള്ള തീരുമാനത്തിന്റെ ഫയൽ മാത്രം ഇല്ല എന്ന് ബോധ്യമായത്. മറ്റെല്ലാ ഫയലുകളും അവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ഫയലുകൾ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ ആർക്കൈവ്സിന് കൈമാറും. ഏറ്റെടുക്കുന്ന ഫയലുകളുടെ 2 പട്ടിക തയ്യാറാക്കിയ ശേഷം അതിൽ ഒരെണ്ണം സെക്രട്ടേറിയറ്റിന് നൽകും, മറ്റൊന്ന് ആർക്കൈവ്സിലും സൂക്ഷിക്കും. ഇപ്പോൾ 2ഇടത്തും AKG സെന്ററിന്റെ മാത്രം ഫയൽ ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമി സ്വന്തമാണെങ്കിൽ അതിന്റെ രേഖകൾ ഹാജരാക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിട്ടുണ്ട്. SDPI CPM ബന്ധം എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും കനകോലു ക്യാപ്സ്യൂൾ ആണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MA ബേബി ആദ്യം പറഞ്ഞത് CPM BJP ഡീൽ എന്നാണ്. SDPIയോട് വർഗീയ നിലപാട് തിരുത്തണമെന്നാണ് പറയാനുള്ളതെന്നും MA ബേബി പറഞ്ഞു. SDPI പിന്തുണയ്ക്കുമെന്ന് പറയുന്നത് അവരുടെ അനുഭവത്തിൽ നിന്നുള്ള പ്രതികരണമാണ്. CPM വർഗീയ ശക്തികളോട് ചർച്ച നടത്താറില്ല. SDPI അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ. പിന്തുണ പ്രഖ്യാപിച്ചാൽ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യരുതെന്ന് അവരോട് പറയാൻ കഴിയില്ലല്ലോ എന്നും MA ബേബി പറഞ്ഞു. അതേസമയം എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കുമെന്ന് മങ്കടയിലെ LDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് പറഞ്ഞു. എല്ലാവരോടും വോട്ട് ചോദിച്ചിട്ടുണ്ട്. SDPI പിന്തുണച്ചാൽ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് നല്ല വോട്ട് ചീത്ത വോട്ട് എന്നൊന്നില്ല എന്നായിരുന്നു കുന്നത്ത് മുഹമ്മദിന്റെ മറുപടി. എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും വോട്ട് വേണം, അല്ലാതെ പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും വോട്ട് പോയി സ്വീകരിക്കാൻ കഴിയില്ലല്ലോ എന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. മങ്കടയിലെ SDPI സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് പിൻവലിച്ചു എന്ന് അറിയില്ല. ഇടതു സ്ഥാനാർത്ഥിയെ മാറ്റി തന്നെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ LDF അണികൾക്കുണ്ടായ ആശയക്കുഴപ്പം മാറിയോ എന്നും അറിയില്ല. ഇടതുപക്ഷം പിന്തുണച്ചതിൽ സന്തോഷം, അവരോടൊത്തുള്ള പോക്കിൽ ആത്മവിശ്വാസമുണ്ട്. ലീഗിൽ നിന്ന് മടിയൊഴുക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കുന്നത്ത് മുഹമ്മദ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡീൽ ആരോപണം കത്തുന്നതിനിടെ CPM SDPI ഡീൽ ആരോപണം ശക്തമാക്കുകയാണ് UDF. SDPI സംസ്ഥാന വ്യാപകമായി CPMന് പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപണം. അതേസമയം വോട്ട് ആർക്ക് എന്നതിൽ ഔദ്യോഗിക തീരുമാനമായിട്ടില്ല എന്നാണ് SDPI നേതാക്കളുടെ പരസ്യ നിലപാട്. 2011-16 UDF സർക്കാർ 4,43,000 വീടുകൾ പണിതു നൽകിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദവും ഒരു യമണ്ടൻ നുണയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ ഭവന പദ്ധതികളിലായി മൊത്തം 4,000-ൽ താഴെ വീടുകൾ മാത്രമേ നിർമ്മിച്ചു നൽകിയിട്ടുള്ളൂ എന്നത് നിയമസഭാ രേഖകളിലുണ്ട് എന്ന് മുഖ്യമന്ത്രി. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ജനങ്ങളെ ബാധിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയോ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ പ്രതിപക്ഷ നേതാവും UDFും നുണവർത്തമാനങ്ങൾ മാത്രം ചർച്ച ചെയ്ത് കാലം കഴിക്കാമെന്ന വ്യാമോഹത്തിലാണ്. വസ്തുതകളുമായി പുലബന്ധം പോലും ഇല്ലാത്ത നുണകൾ ദിവസവും 3-4 എന്ന കണക്കിൽ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സ്വയം പരിഹാസ്യനായി മാറുകയാണ്. തന്നെ പോലെ മറ്റുള്ളവരും നുണകളെ പറയാറുള്ളൂ എന്ന ധാരണ മനസ്സിൽ അരക്കെട്ടുറപ്പിച്ചാണ് അദ്ദേഹം നിത്യവും നുണകൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ നുണകളുടെ കൊട്ടാരം പണിയുന്നവർ എന്ന ശീർഷകത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനം കാണുകയുണ്ടായി. സ്വർണ്ണക്കൊള്ള നടത്തിയവരെയും സ്വർണം
സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയവരെയും സർവാദരണീയരെന്ന മട്ടിൽ സോണിയാഗാന്ധിയുടെ അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള വീട്ടിൽ കൊണ്ടുപോയത് UDF കൺവീനറും മറ്റൊരു കോൺഗ്രസ് MPയും കൂടിയാണ്. അവരെ എന്തിനു കൊണ്ടുപോയി എന്നും സോണിയാഗാന്ധിയുടെ കൈത്തണ്ടയിൽ ആ കള്ളക്കടത്തുകാർ എന്താണ് അണിയിച്ചു കൊടുത്തതെന്നും UDF കൺവീനറോ ആ കോൺഗ്രസ് MPയോ ഇതേവരെ മിണ്ടിയിട്ടില്ല. എന്തേ ഇതേപ്പറ്റി പ്രതിപക്ഷ നേതാവിന് ഒരു കുറ്റബോധവും തോന്നാത്തത്? ഇതിന് ന്യായയുക്തമായ ഒരു വിശദീകരണം നൽകിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും ഉചിതം. UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പൂട്ടിക്കെട്ടുമെന്ന് UDF കൺവീനർ ആയിരുന്ന കാലത്ത് MM ഹസൻ പറഞ്ഞ കാര്യം ചാനലുകളുടെ ലൈബ്രറി പരിശോധിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടാവുന്നതേയുള്ളൂ. ലൈഫ് പദ്ധതിക്കെതിരെ കോടതിയിൽ പോയി പാവങ്ങൾക്ക് ലഭിക്കേണ്ട പാർപ്പിടത്തിന് തടയിടാൻ നോക്കിയത് വടക്കാഞ്ചേരിയിലെ പഴയ ഒരു കോൺഗ്രസ് MLA ആണ് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഓർക്കുന്നില്ലേ? 2011-16 UDF സർക്കാർ 4,43,000 വീടുകൾ പണിതു നൽകിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദവും ഒരു യമണ്ടൻ നുണയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ ഭവന പദ്ധതികളിലായി മൊത്തം 4,000-ൽ താഴെ വീടുകൾ മാത്രമേ നിർമ്മിച്ചു നൽകിയിട്ടുള്ളൂ എന്നത് നിയമസഭാ രേഖകളിലുണ്ട്. വിവിധ പദ്ധതികൾ പ്രകാരം വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കടക്കം ചെലവഴിച്ചത് 21,78,80,769 രൂപ മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തകർപ്പൻ വിജയവുമായി തുടങ്ങി നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഉദ്ഘാടന മത്സരത്തിൽ 6 വിക്കറ്റ് വിജയമാണ് RCB സ്വന്തമാക്കിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർത്തിയ 202 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബാംഗ്ലൂരു വെറും 15.4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെയും ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ദേവദത്ത് പടിക്കലിന്റെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് RCBയുടെ വിജയം എളുപ്പമാക്കിയത്. 38 പന്തിൽ നിന്ന് 5 സിക്സറുകളും 5 ഫോറുകളും അടക്കം 69 റൺസുമായി പുറത്താകാതെ നിന്ന വിരാട് കോഹ്ലിയാണ് ഹർഷൽ പട്ടേലിന്റെ പന്ത് ബൗണ്ടറി കടത്തിയ ടീമിന്റെ വിജയ റൺസ് കുറിച്ചത്. RCBക്ക് വേണ്ടി ദേവദത്ത് പടിക്കൽ 26 പന്തിൽ നിന്ന് 61 റൺസ് നേടി പുറത്തായപ്പോൾ ക്യാപ്റ്റൻ രജത് പാട്ടീദാർ, ടീം ഡേവിഡ് എന്നിവരും ബാറ്റിംഗിൽ തിളങ്ങി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസാണ് നേടിയത്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ തകർപ്പൻ ഇന്നിംഗ്സാണ് ഹൈദരാബാദിനെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. ഓപ്പണർമാരായ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ എന്നിവർ നേരത്തെ പുറത്തായെങ്കിലും 5 സിക്സറുകളും 8 ഫോറുകളും അടക്കം ഇഷാൻ കിഷൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അൽ ഖമേനിയുടെ അനുസ്മരണ ചടങ്ങിൽ സംഘർഷം. നിലവിലെ ഇറാൻ ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടിയത് സെൻട്രൽ ലണ്ടനിൽ നടന്ന ചടങ്ങിൽ. മെട്രോപൊളിറ്റൻ പോലീസും സിറ്റി ഓഫ് ലണ്ടൻ പോലീസും ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കി. വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ലണ്ടൻ നഗരത്തിൽ 10,000 തെരുവിലിറങ്ങി. ചൂതർ ലയൺസ് മാർച്ച് എന്ന പ്രകടനത്തിൽ 5 ലക്ഷത്തോളം പേർ എത്തിയെന്ന് സംഘാടകരുടെ അവകാശവാദം. പങ്കെടുത്തത് 1.5 ലക്ഷത്തോളം പേരെന്ന് പോലീസ്. UK-യിൽ സർക്കാർ ഖജനാവിൽ നിന്നും 1 മില്യൺ പൗണ്ട് പാരിതോഷികം കീർ സ്റ്റാർമറുടെ സഹായിക്ക് ലഭിച്ചതായി ആരോപണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ സഹായിയുടെ രഹസ്യ സ്ഥാപനത്തിന് ഷാവോസ് ദ്വീപുകളുടെ പരമാധികാരം അടിയറവ് വെച്ചതിനാണ് 1 മില്യൺ പൗണ്ട് നൽകിയത്. പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജോനാഥൻ പൗൽ സ്ഥാപിച്ച സ്ഥാപനത്തിനാണ് തുടർച്ചയായി പണം ലഭിച്ചിരുന്നത്. 2024-ലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് പൗലിനെ ഷാവോസിൽ സർക്കാർ പ്രതിനിധിയായി നിയമിച്ചത്. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സർക്കാർ വിസ ഫീസ് വർദ്ധിപ്പിക്കും. ഏപ്രിൽ മാസം മുതൽ സന്ദർശനത്തിനോ താമസിക്കുന്നതിനോ പഠനത്തിനോ തൊഴിലിനോ ആയി ബ്രിട്ടനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിസ ഫീസ് ഇനത്തിൽ 222 പൗണ്ട് വരെ അധികമായി നൽകേണ്ടി വരും. സർക്കാർ ആവിഷ്കരിക്കുന്നത് കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി പുതിയ നിയമങ്ങൾ. ഇസ്രായേൽ-US സഖ്യം ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിൽ പങ്കുചേർന്ന യമനിലെ ഹൂതികൾ. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾ യുദ്ധത്തിലേക്ക് ഇറങ്ങി. സൂയസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിലേക്കും യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയിൽ ലോകം. ഇറാനു നേരെയും അവരുടെ സഖ്യകക്ഷികളായ സായുധ സംഘങ്ങൾക്കു നേരെയുമുള്ള ആക്രമണങ്ങൾ അവസാനിക്കും വരെ ഇസ്രായേലിനു നേരെയുള്ള ആക്രമണം തുടരുമെന്ന് ഹൂതികൾ. മിസൈലുകൾ ഇസ്രായേൽ നിർവീര്യമാക്കി. US നാവികസേനയുടെ ആധുനിക ആംഫിബിയസ് ആക്രമണ കപ്പലായ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിൽ എത്തിച്ചേർന്നു. കപ്പൽ പശ്ചിമേഷ്യയിലെത്തിയത് 2,500 മറീനുകൾ ഉൾപ്പെടെ 3,500-ലധികം സേനാംഗങ്ങളുമായിരുന്നു. കരയിലും കടലിലും സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകാനായി രൂപകൽപ്പന ചെയ്ത USS ട്രിപ്പോളി മേഖലയിലേക്ക് എത്തിച്ചേർന്നത് പെന്റഗൺ ഇറാനിൽ കരയാക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ. കരസേനയെ വിന്യസിക്കാനുള്ള പദ്ധതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകുമോ എന്നതിൽ അനിശ്ചിതത്വം. രാജ്യത്തെ ഗാർഹിക ഇന്ധന മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ. സർക്കാർ നീങ്ങുന്നത് രാജ്യത്തുടനീളം 50 ലക്ഷം പുതിയ PNG കണക്ഷനുകൾ നൽകാൻ. LPG-യിൽ നിന്ന് പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതകത്തിലേക്ക് മാറാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഇതിനായി പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകണമെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. സർക്കാരിന്റെ സുപ്രധാന നീക്കം ആഗോളതലത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ LPG ചരക്കു നീക്കത്തെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിൽ ഇന്ത്യയെയും കശ്മീരിനെയും ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ ഇപ്പോഴും അഭയം നൽകുന്നുണ്ട് എന്ന് US കോൺഗ്രഷണൽ റിസർച്ച് സർവീസ്.
വർഷങ്ങളോളം സൈനിക നടപടികളും നയപരമായ നീക്കങ്ങളും നടത്തിയിട്ടും ഈ ഭീകര സംഘടനകൾ പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തനം തുടരുകയാണെന്നും സൂചന. 2008 മുംബൈ ഭീകരാക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ എ തൊയ്ബയും 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവുമായി ബന്ധമുള്ള ജെയ്ഷെ മുഹമ്മദും ഇപ്പോഴും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ പഴയ AKG സെന്ററിന് ഭൂമി അനുവദിച്ചതിന്റെ ഫയലുകൾ നഷ്ടപ്പെട്ടു. CPM-ന്റെ കൈവശമുള്ള രേഖ 1977 ഓഗസ്റ്റ് 20-ന് 34 സെന്റ് ഭൂമിക്ക് പട്ടയം ലഭിച്ചത്. എത്ര സെന്റ് വസ്തുവാണ് നൽകിയതെന്ന് വ്യക്തമാക്കുന്ന അനുബന്ധ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു. പട്ടയം നൽകുന്നതിന് മുന്നോടിയായി പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങളുടെ ഫയലുകളും ഓഫീസുകളിൽ ലഭ്യമല്ല. ഹൈക്കോടതിയിൽ CPM ഹാജരാക്കിയ പട്ടയരേഖ വ്യാജമാണെന്ന് ഹർജിക്കാരൻ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.